നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ നീ വളർത്താൻ പോവുകയാണെങ്കിലും ഇതറിഞ്ഞിരിക്കണം. നമ്മളിവർക്ക് നല്ല രീതിക്ക് എല്ലാ സൈസ് ഫുഡും കൊടുക്കും, കാൽസ്യം കൊടുക്കും, അസുഖങ്ങൾ വന്ന മെഡിസിൻ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷേ നിങ്ങൾ കോളനിയായിട്ട് ബ്രീഡ് ചെയ്ത് ബേഡ്സിനെ വളർത്തുന്നവരാണെങ്കിലും അല്ലാതെ ചുമ്മാതെ വീട്ടിൽ ബേഡ്സിനെ മേടിച്ചിട്ട് വളർത്തുന്നവരാണെങ്കിലും നമ്മുടെ മൺകട്ടയില്ലേ, ചുടുകട്ട എന്നൊക്കെ പറയും, അതല്ലെങ്കിൽ കല്ലുണ്ടല്ലോ, നമ്മുടെ സാധാരണ കല്ല്, കരിങ്കല്ലെന്നൊക്കെ പറയും, അതൊരെണ്ണം വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളിവിടെ കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെല്ലാം ഇവർക്ക് ഓരോ ജന്മസ്ഥലങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇവിടെ കാക്കയും പ്രാവൊക്കെ പറന്ന് നടക്കുന്ന പോലെ അവരുടെ സ്ഥലങ്ങളിൽ ഇത് ചുമ്മാ കോളനിയായിട്ട് പറന്ന് നടക്കുന്ന ബേഡ്സ്. നമ്മൾ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് വളർത്തുന്ന ബേഡ്സാണ്. ഭംഗിക്ക് വളർത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ ചുണ്ടൊക്കെ നീണ്ടു കഴിയുമ്പം അവർക്ക് വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരവിടെ ഇവിടെ ആയിട്ട് ഉരച്ചൊക്കെയാണ് അത് കൂർപ്പിക്കുന്നതും അതിൻ്റെ നീളം കുറയ്ക്കുന്നതും ഒക്കെ. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരതങ്ങനെ ചെയ്തോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് നീണ്ട് വരും, അവർക്ക് പിന്നെ ഫുഡ് എടുക്കാനൊക്കെ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കല്ലോ ഒരു ഇഷ്ടികയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സോൾവ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നവരാണെങ്കിലും വളർത്താൻ പോകുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.